നമസ്കാരം. ഞാൻ കാവാലം ശശികുമാർ. ഈ രമേശ് ചെന്നിത്തലയുടെ പോലീസിനോടൊരു കാര്യം പറയാനുണ്ട്. ആർ സുഗതനല്ല അർജുൻ ആയങ്കി. ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല അതുള്ളത്, അതിനപ്പുറത്തേക്കുണ്ട്. പല കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആർ സുഗതന് സ്വന്തം വീട്ടിൽ അസുഖം മൂലം കിടന്നിറങ്ങുമ്പോൾ പെട്ടെന്ന് കാപ്പ ചുമത്തി ആകാശത്തേക്ക് വെടിവെച്ച് ആളെ കൂട്ടി കാടിളക്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയല്ലോ. ആർ സുഗതൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറാണ്, ബി ജെ പിയുടെ കൗൺസിലറാണ്. നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതായിരുന്നു ആർ സുഗതനെതിരെയുള്ള കേസുകൾ. അതെല്ലാം ഒരു പൊതുപ്രവർത്തകൻ പൊതു വിഷയങ്ങളിൽ ഇടപെട്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ കേസുകളുമായിരുന്നു. പക്ഷേ അർജുൻ ആയങ്കി അങ്ങനെയല്ല കേട്ടോ. അർജുൻ ആയങ്കി അത്തരക്കാരനല്ല. സ്വർണ്ണക്കൊള്ള, കൊലപാതക ശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, ആൾമാറാട്ടം, ഭീഷണിപ്പെടുത്തൽ, അങ്ങനെ പലതരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ട ആളാണ് അർജുൻ ആയങ്കി. അർജുൻ ആയങ്കി അങ്ങനെ ഒരു നിസ്സാരക്കാരനല്ല. കത്തി, വടിവാള്, കഠാര, കൈത്തോക്ക്, കൈബോംബ്, അത് മാത്രമൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ മെഷീൻ ഗണ്ണ് പോലും സ്വന്തമായുള്ള ആളായിരിക്കണം. കാരണം അത്രമാത്രം വലിയ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മേഖലയിലുള്ളത്. അദ്ദേഹത്തിന് ഒരു വലിയ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ വലിയ പിന്തുണയും കൂടിയുള്ള ഒരാളായിരുന്നു. സി പി എമ്മിൻ്റെ ഒരു കിങ്കരൻ കൂടിയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സൂക്ഷിച്ചു വേണം കളിക്കാനായിട്ട്. വെല്ലുവിളിച്ചിരിക്കുന്നത് പോലീസിനെ മാത്രമല്ല, പോലീസ് മന്ത്രിയെ കൂടിയാണ്. പോലീസ് മന്ത്രിയെ കൂടി, അതായത് ഞാൻ അറസ്റ്റ് രേഖപ്പെടുത്തുവാൻ വേണ്ടി കീഴടങ്ങാൻ തയ്യാറായിരുന്നു, പക്ഷേ എന്നെ അറസ്റ്റ് ചെയ്തേ അടങ്ങുള്ളൂ എന്നുള്ള തീരുമാനമെടുത്തെങ്കിൽ എന്നാൽ പിന്നെ ഒന്ന് അറസ്റ്റ് ചെയ്യുക, അതിന് ശേഷമായിട്ട് ബാക്കി കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ചെറിയ വെല്ലുവിളിയല്ല. അത് CIF പോലീസിനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. കണ്ടറിയണം എന്നേ പറയാനുള്ളൂ. പക്ഷേ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവത്തിലുള്ള ആളുകൾക്ക് അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകുവാൻ ആൾക്കാരുണ്ടെങ്കിൽ ആ സംരക്ഷണം നൽകുന്ന ആൾക്കാരെ കൂടി അതിൻ്റെ കൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ഓർമ്മയുണ്ടാവും. രമേശ് ചെന്നിത്തല ഈ ഒരു കോർപ്പറേഷൻ കൗൺസിലറെ കീഴടങ്ങാൻ തയ്യാറായ, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ തയ്യാറായിരുന്ന ഒരു കൗൺസിലറെ വീട് വളഞ്ഞ് ആകാശത്തേക്ക് വെടിവെച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് പോലീസ് പിടിച്ചപ്പോൾ ആ വെടിവെച്ച പോലീസിനെ അഭിനന്ദിച്ച ആളാണ് ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി. അങ്ങനെയാണെങ്കിൽ ഈ എന്നെ പിടിക്കാമെങ്കിൽ പിടിക്കുക എന്ന് പറഞ്ഞ് ആഭ്യന്തരമന്ത്രിയെ പോലും വെല്ലുവിളിക്കുന്ന ഈ അർജുൻ ആയങ്കിയെ പിടിക്കാൻ ആകാശത്തേക്ക് മാത്രം വെടിവെച്ചിട്ട് കാര്യമില്ല, കണ്ടാൽ മുട്ടിന് താഴെ വെടിവെച്ചിടാൻ വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശം ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൊടുക്കുമോ? വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറാകുമോ? പക്ഷേ സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്നുള്ള തെളിവാണ് വർത്തമാനം മാത്രമേ ഉള്ളൂ. മണിക്കൂർ 48 കഴിഞ്ഞു അർജുൻ ആയങ്കി ഭീഷണി മുഴക്കിയിട്ട് പോലീസിനെതിരെ, സംസ്ഥാന പോലീസിനെതിരെ ഭീഷണി മുഴക്കിയിട്ട്, സംസ്ഥാന പോലീസ് മന്ത്രിക്കെതിരെ ഭീഷണി മുഴക്കിയിട്ട്. പക്ഷേ ഇതുവരെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഇപ്പോഴും അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. ആവില്ല. ആർ സുഗതനല്ല അർജുൻ ആയങ്കി എന്ന് വീണ്ടും പറയട്ടെ. BJPയുടെ കൗൺസിലറെ കാണിക്കുന്ന അനീതിയല്ല പോലീസിന് ഈ അർജുൻ ആയങ്കിയോട് കാണിക്കാൻ അതിനുള്ള ധൈര്യമില്ല.